വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമോ? സംസ്ഥാനത്ത് ഗുരുതര വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ത്യയിലാകമാനം പ്രതിസന്ധിയുണ്ട്. കൂടുതൽ വില കൊടുത്ത് സംസ്ഥാനത്ത് വൈദ്യുതി വാങ്ങാൻ ശ്രമം നടത്തുന്നുവെന്നും കഴിഞ്ഞ 4-5 ദിവസം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട നാളെ കൂടുതൽ കാര്യങ്ങൾ സഭയിൽ പറയും. മഴ കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. വൈദ്യുതി നിയന്ത്രണം വേണമോ എന്നത് കാലാവസ്ഥയനുസരിച്ചിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറായി ശേഷാദ്രിനാഥന്റെ നിയമനത്തിൽ മറുപടി പറയാതെ സണ്ണി ജോസഫ് ഒഴിഞ്ഞുമാറി. KPCC സ്ഥാപനത്തിലെ RSS പഠനശിബിരം സംബന്ധിച്ച ചോദ്യത്തെയും മന്ത്രി നിസ്സാരവൽക്കരിച്ചു. അത് വാടകയ്ക്ക് നൽകിയതല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയത് ശരിയോ എന്ന ചോദ്യത്തിനും അദ്ദേഹം പ്രതികരിച്ചില്ല. സംസ്ഥാനത്ത് 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ തീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാലും ശക്തമായ മഴ തുടരുന്നതിനാലും മുൻകരുതൽ നടപടിയായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. 3 ദിവസം തുടർച്ചയായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. ചേർത്തലയിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം കൊലപാതകം, മകൻ അറസ്റ്റിൽ. ചേർത്തലയിൽ വീട്ടിലുണ്ടായ തർക്കത്തിനിടെ കുഴഞ്ഞു വീണ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ ഇരട്ട മക്കളിൽ ഒരാളെ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർത്തല നഗരസഭ 23-ാം വാർഡ് കരുവയിൽ 58-കാരനായ വെളിയിൽ ജയരാജനാണ് മരിച്ചത്. സംഭവത്തിൽ ജയരാജന്റെ മകൻ ഹരികൃഷ്ണനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ട ജയരാജനെ ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും മക്കളും ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷം മാറി താമസിക്കുന്ന മൂത്ത മകൻ ശ്രീജിത്ത് എത്തിയാണ് ഇദ്ദേഹത്തെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു. ഏലപ്പാറയിൽ മരച്ചില്ലൊടിഞ്ഞു വീണ അപകടം. 21-കാരനായ യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി പീരുമേടിന് സമീപം ഏലപ്പാറയിൽ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ യുവാവ് മരിച്ചു. ഏലപ്പാറ ചെമ്മണ്ണ് സ്വദേശി തടത്തിൽ പ്രദീപിന്റെ മകൻ 21-കാരനായ പ്രണവാണ് ഈ ദാരുണമായ അപകടത്തിൽ മരണപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു നാടിനെ തെറിക്കിയ സംഭവം നടന്നത്. ഏലപ്പാറ ചെമ്മണ്ണ് റോഡിലെ ഒടിച്ചുകുത്തി വളവെന്നറിയപ്പെടുന്ന പ്രദേശത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. പ്രണവ് റോഡിലൂടെ പോകുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന മരത്തിന്റെ വലിയൊരു ചില്ല അതിശക്തമായി ഒടിഞ്ഞ് പ്രണവിന്റെ മേലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ ആശുപത്രി എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാസപ്പടി കേസ്. വീണയുടെയും CMRL ഉടമകളുടെയും മൊഴികളിൽ വൈരുദ്ധ്യം. ED പരിശോധന ശക്തമാക്കുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയുടെയും CMRL പ്രതിനിധികളുടെയും മൊഴിപ്പകർപ്പുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധിക്കുന്നു. എക്സാലോജി കമ്പനി CMRLന് എന്ത് സേവനമാണ് നൽകിയെന്ന കാര്യത്തിൽ ഇരുകൂട്ടരുടെയും മൊഴികളിൽ വ്യക്തമായ വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. SFIO കുറ്റപത്രത്തിന്മേലുള്ള അന്തിമ തീരുമാനം വരാനിരിക്കെ തികഞ്ഞ ജാഗ്രതയോടെയാണ് കേന്ദ്ര ഏജൻസിയുടെ നീക്കങ്ങൾ. ഇതിന്റെ ഭാഗമായി CMRL MD ശരണസ് കർത്തയെ ED വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മേഴ്സിക്കുട്ടിയമ്മയുടെ മകന്റെ നിയമനം വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി. മുൻ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയുടെ മകൻ TM അരുണിന്റെ ജൂനിയർ റിസോഴ്സ് പേഴ്സൺ നിയമനത്തിലും തുടർന്നുണ്ടായ സ്ഥലമാറ്റത്തിലും അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടമാണ് അരുണിനെതിരെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകിയത്. ജില്ലാ പ്രോജക്ടുകളുടെ ഏകോപനത്തിനായി രൂപീകരിച്ച തസ്തികകളിൽ നടന്ന നിയമനത്തിൽ സ്വജനപക്ഷപാതമുണ്ടെന്നാണ് പ്രധാന ആക്ഷേപം. അതേസമയം മെറിറ്റ് അടിസ്ഥാനത്തിൽ ലഭിച്ച കരാർ ജോലിയെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ വിവാദമാക്കുകയാണെന്ന് TM അരുൺ പ്രതികരിച്ചു. നിലവിൽ ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണമോ മറ്റ് ഔദ്യോഗിക നടപടികളോ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. നടൻ ടിനി ടോമിനെതിരായ നടി അൻസിബയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ നിർദ്ദേശം. കടവന്ത്ര പോലീസിനോടാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. നേരത്തെ താരസംഘടനയായ അമ്മയിൽ അൻസിബ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ സംഘടന ഗൗരവമായി പരിഗണിച്ചിരുന്നില്ല. തന്നെ ജിഹാദി എന്ന് വിളിച്ചുവെന്നും മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞു പരത്തിയെന്നും വംശീയവും വ്യക്തിപരവുമായ അധിക്ഷേപങ്ങൾ നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അൻസിബ പരാതി നൽകിയത്. തുടർന്ന് നിയമവഴി തേടിയ അൻസിബ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ യുവതിയെ പ്രസവത്തിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തി.
തൃപ്രയാർ എടമുട്ട സ്വദേശി ജ്യോതിയാണ് മരിച്ചത്. തൃശൂർ നഗരത്തിലെ വെളിയന്നൂരിലുള്ള നിയറസ്റ്റ് ലോഡ്ജിലാണ് സംഭവം. 27-നാണ് ജ്യോതി ഹോട്ടലിൽ മുറിയെടുത്തത്. ഇന്ന് മുറിയുടെ വാതിൽ തുറക്കാതായതോടെ ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് പ്രസവത്തിനിടെ മരിച്ച നിലയിൽ യുവതിയെയും കുഞ്ഞിനെയും കണ്ടെത്തുന്നത്. മുറിയെടുക്കുമ്പോൾ കൂടെ പാവറട്ടി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറും ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘർഷം. BJP കൗൺസിലർമാർക്കെതിരെ കേസ്. തിരുവനന്തപുരം നഗരസഭാ കോർപ്പറേഷൻ ഓഫീസിലെ കൗൺസിൽ ഹാളിൽ UDF BJP കൗൺസിലർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 4 BJP കൗൺസിലർമാർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. BJP കൗൺസിലർമാരായ ചെമ്പഴന്തി ഉദയൻ, ഗിരി, രതീഷ്, പാപ്പനംകോട് സജി എന്നിവർക്കെതിരെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UDF വനിതാ കൗൺസിലർമാരായ ഷേർലി എസ്, അനിത അലക്സ് എന്നിവരുടെ പരാതിയിലാണ് നടപടി. 2026 ജൂൺ 29-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ചായിരുന്നു സംഭവം. കൗൺസിൽ യോഗത്തിൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാൻ തുടങ്ങിയ പരാതിക്കാരിയായ ഷേർലിയെയും മറ്റ് വനിതാ കൗൺസിലർമാരെയും പ്രതികൾ തടഞ്ഞുവെക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. ദ്വാരപാലക ശില്പത്തിൽ കേടുവരുത്തിയതിന് പിന്നിലും പോറ്റിയുടെ ഇടപെടലുള്ളതായി വിവരങ്ങൾ. പോറ്റി നിർമ്മിച്ച പീഠം സ്ഥാപിക്കുന്നതിനിടെയാണ് ശില്പത്തിന് കേടുപാട് സംഭവിച്ചത്. പീഠത്തിന്റെ അളവ് കൃത്യമല്ലാത്തതിനെ തുടർന്ന് പോറ്റി ഇത് തിരികെ കൊണ്ടുപോയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഠം പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ശില്പത്തിന്റെ കാല് പൊട്ടിയതിന്റെ പേരിൽ 2021 മുതൽ വീണ്ടും പാളി കടത്താൻ ശ്രമം തുടങ്ങിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഏറെ നാളായി നീണ്ടുപോയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫയലുകൾ സജീവമാകുന്നത് 2024-ലാണ്. 2024-ൽ മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റ ശേഷമാണ് ഈ കേസിന്റെ ഫയൽ വീണ്ടും സജീവമായതെന്നും വ്യക്തമാവുന്നു.